അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന വിഷയം ഫിഖ്ഹ് പരീക്ഷയാണ്. ഫിഖ്ഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിച്ചത് ചേർക്കാം. ഉത്തരങ്ങൾ ഇവിടെയുണ്ട്, നമ്മൾ ശരിയായത് യോജിപ്പിച്ച് ചേർത്താൽ മതി. ഒന്നാമത്തത്, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഇവിടെ നാലാമത്തെ ഓപ്ഷൻ കിബിലക്ക് മുന്നിടേണ്ടതില്ല. രണ്ടാമത്തത്, ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. വെള്ളി മോതിരം നടുവിരലിൽ ധരിക്കൽ കറാഹത്താണ്. പുരുഷന്മാർക്ക് പട്ട് ഹറാമാണ്. അടുത്തത്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വസ്ത്രങ്ങളിൽ അഫ്ളൽ വെള്ളയാകുന്നു. നിസ്കാരമല്ലാത്ത അവസരത്തിലും ഔറത്ത് മറക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ഇനി അടുത്തത് പൂർത്തിയാക്കാം. പുരുഷന് നരച്ച തലമുടിക്ക് ചുവപ്പ് കളറ് കൊടുക്കൽ സുന്നത്താണ് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. പുരുഷന് താടി വടിക്കൽ ഹറാമാണ്. തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കഅബയാണ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, 2 വീതം എഴുതാം. നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈദ്, നിഫാസ്. അപ്പൊ നമുക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 2 എഴുതാം. ഇനി അടുത്തത്, ഇസ്ലാം നൽകിയ ആനുകൂല്യങ്ങൾ. പരിശുദ്ധ ഇസ്ലാം ചില ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിൽ നിന്ന് 2 എഴുതുക. ഒന്ന് തയമ്മം ചെയ്യൽ, അതുപോലെ കസറും ജമ്മുമാക്കി നിസ്കരിക്കൽ, ഖുഫിന്റെ മേൽ തടവൽ. അതിൽ ഏതെങ്കിലും 2 എഴുതുക. അടുത്തത്, സഹവിന്റെ സുജൂദിനുള്ള കാരണങ്ങൾ. അതിൽ നിന്ന് 2 എഴുതുകയാണ് വേണ്ടത്. എളുപ്പമുള്ളത് എഴുതാം. ഒന്നാമത്തത്, അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവമായോ മറന്നോ ഒഴിവാക്കുക. അതുപോലെ റക്അത്തുകളുടെ എണ്ണത്തിലൊക്കെ നമുക്ക് സംശയമുണ്ടായി. അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് അവിടെ സഹവിന്റെ സുജൂദ് ചെയ്യാം. എളുപ്പമുള്ളത് എഴുതാം. അടുത്തത്, ഖുഫയുടെ മേൽ തടവൽ ജായിസ് ആകാനുള്ള ഷർത്തുകൾ. നമ്മൾ പറഞ്ഞു, ഇസ്ലാം നൽകുന്ന ഇളവാണ് ഖുഫയുടെ മുകളിൽ തടവുക എന്നുള്ളത്. എന്നാൽ ഖുഫയുടെ മുകളിൽ തടവാനുള്ള 5 ഷർത്തുകൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഒന്ന്, ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കണം. അതുപോലെ രണ്ടാമത്തത്, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ. അങ്ങനെ പലതും പറയുന്നുണ്ട്. 5 ഷർത്തുകൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എടുത്ത് എഴുതിയാൽ മതി. അടുത്തത്, ഉത്തരം എഴുതാം. സഹവിന്റെ സുജൂദ് വാജിബാണ് ആർക്ക്? സഹവിന്റെ സുജൂദ് ആർക്കാണ് വാജിബ്? ഉദാഹരണം, ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് നിർബന്ധമാണ്. അപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ മഅ്മൂമ് നിർബന്ധമായും സഹവിന്റെ സുജൂദ് ചെയ്യണം. മഅ്മൂമിന് അത് നിർബന്ധമാണ്. അടുത്തത്, സഹവ് എന്നതിന്റെ വിവക്ഷ എന്താണ്? സഹവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് സഹവ് എന്നതിന്റെ വിവക്ഷ. അടുത്തത്, വില കൂടിയ വസ്ത്രം ധരിക്കലാണ് അഫ്ളൽ. എപ്പോൾ? പെരുന്നാളിന് വില കൂടിയ വസ്ത്രം ധരിക്കലാണ് അഫ്ളൽ. ഇനി അടുത്തത്, ഖുഫ് എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞല്ലോ, ഖുഫ് ധരിക്കൽ ഇത് ഇസ്ലാമിൽ ഇളവാണ്. അപ്പോൾ എന്താണ് ഖുഫ് എന്ന് പറഞ്ഞാൽ? കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. അടുത്തത്, മുസാഫിറിന് 3 ദിവസം വരെ ഖുഫ് തടവാം. ഈ സമയപരിധി ഏതു മുതലാണ്? നമ്മൾ ആ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാലുൾപ്പെടെ യാത്രക്കാരന് 3 ദിവസവും അല്ലാത്തവർക്ക് 1 ദിവസവും ആകുന്നു ഈ ആനുകൂല്യം. ഖുഫ് ധരിച്ച് അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. ഖുഫ് ധരിച്ച്
അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. സമയം കഴിഞ്ഞാൽ ഹുഫ് അഴിച്ച് കാൽ കഴുകണം. അപ്പൊ മുസാഫിറിന് 3 ദിവസം ഹുഫ് തടവാം. ഈ സമയപരിധി ഏതു മുതലാണ്? ഹുഫ് ധരിച്ച് അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. ഇനി അടുത്തത് 7-മത്തത് ക്രമത്തിലാക്കാൻ വേണ്ടിയാണ്. ഒരു ഹദീസ് അത് ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഓർഡർ ആക്കണം. എന്താണ് അതിന്റെ യഥാർത്ഥ രൂപം? ഇൽബസു മിൻ സിയാബികുമുൽ ബയാവ ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും വകഫിനു ഫീഹാ മൗതാകും. അതാണ് ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ളത്, അത് ഓർഡർ ആക്കണം. ഇൽബസു മിൻ സിയാബികുമുൽ ബയാവ ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും വകഫിനു ഫീഹാ മൗതാകും. നമ്മുടെ അൽ-ലിബാസു എന്നുള്ള പാഠത്തിന്റെ 1-മത്തെ വരിയിൽ തന്നെ ആ ഹദീസ് ഉണ്ട്. അടുത്തത് വ്യക്തമാക്കാം. സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ. നമ്മൾ നേരത്തെ പുരുഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പുരുഷന് പട്ടുധരിക്കലൊക്കെ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ എത്രയാ? അമിതമല്ലാത്ത നിലക്ക് സ്വർണം, വെള്ളി എന്നിവയുടെ ആഭരണം സ്ത്രീകൾക്ക് ധരിക്കാം. അപ്പൊ അമിതമല്ലാത്ത രൂപത്തിൽ സ്വർണവും വെള്ളിയൊക്കെ ആർക്ക് ധരിക്കാം? സ്ത്രീകൾക്ക് ധരിക്കാം. ഇനിയോ പുരുഷന് പട്ട് ധരിക്കാം എപ്പോൾ? ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത വേറൊരു വസ്ത്രമില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ പുരുഷന് പട്ട് ധരിക്കൽ വാജിബാണ്, പറ്റും, നിർബന്ധമാണ്. കാരണം വേറൊന്നും ധരിക്കാനില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ പട്ട് ധരിക്കാം. യഥാർത്ഥത്തിൽ പുരുഷന് പട്ട് ധരിക്കൽ ഹറാമാണ്, പക്ഷെ വേറൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ധരിക്കൽ വാജിബാണ്. ഇതാണ് 6-ാം ക്ലാസ്സിലെ ഫിഖഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.